എല്ലാവർക്കും നമസ്കാരം. ദേവ് സ്റ്റോക്സിലേക്ക് സ്വാഗതം. ഇന്നലെ നമ്മൾ ജനേഷ് ബിനു അടിമാലിക്കെതിരെ കേസ് കൊടുത്ത കാര്യങ്ങളും അതിന് ജനേഷ് പറഞ്ഞ വാദങ്ങളും ആരോപണങ്ങളും ഒക്കെ കേട്ടു. അതേക്കുറിച്ച് നമ്മൾ സംസാരിച്ചു. അപ്പം ഞാനൊരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. ജനേഷിന്റെ മാത്രം വേർഷനാണ് നമ്മൾ കേട്ടത്. ബിനു അടിമാലിക്ക് എന്താണ് പറയാനുള്ളത് എന്ന് നമ്മൾ കേട്ടിട്ടില്ല. അങ്ങനെ ഇരിക്കവെയാണ് ഇന്നലെ വൈകുന്നേരം ട്രൂ ടി വിയിൽ നമ്മുടെ സൂരജ് പാലാക്കാരൻ അദ്ദേഹത്തിന്റെ ട്രൂ ടി വിയിൽ ബിനു അടിമാലി ഒരു ഇന്റർവ്യൂ എന്ന് പറയാൻ പറ്റില്ല, അവര് സുഹൃത്തുക്കളായിരുന്നു. അപ്പൊ ഇങ്ങനെ ഒരു വിഷയം വന്നിട്ട് അവർ തമ്മിൽ സംസാരിക്കുന്ന ഒരു വീഡിയോ, എന്താണ് ഇതിലെ എക്സാക്ട് റീസൺ എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ ബിനു അടിമാലി പറയുന്ന ഒരു വീഡിയോ കണ്ടു. പക്ഷെ അത് കണ്ടപ്പോഴും എനിക്ക് പേഴ്സണലി ഇതേക്കുറിച്ച് അറിയണമെന്നൊരു ചിന്ത വന്നിട്ട് ഞാൻ ഇദ്ദേഹത്തെ ഇന്നലെ രാത്രി വിളിച്ചിട്ടുണ്ടായിരുന്നു. രാത്രി വിളിച്ചപ്പോൾ അദ്ദേഹം ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു, ശരിക്കും ഞങ്ങൾ തമ്മിൽ നേരത്തെ പരിചയമോ കാര്യങ്ങളൊന്നുമില്ല, ഇന്നലെയാണ് ആദ്യമായിട്ട് സംസാരിക്കുന്നത്. അപ്പോൾ ഞാൻ നമ്പർ കളക്ട് ചെയ്ത് വിളിച്ചപ്പോൾ അനീഷ് ഞാൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്, നമുക്ക് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വിളിക്കാമെന്ന് പറഞ്ഞു. പക്ഷേ ഈ അരമണിക്കൂർ എന്ന് പറഞ്ഞ സമയത്ത് എനിക്ക് വിളിക്കാൻ പറ്റിയില്ല. അപ്പം ഞാൻ ആൾക്കൊരു മെസ്സേജ് അയച്ചു, ഇനിയിപ്പോൾ രാത്രി ആയല്ലോ, ഞാൻ നാളെ രാവിലെ വിളിക്കാമെന്ന് പറഞ്ഞിട്ട്. അങ്ങനെ ഇന്ന് രാവിലെ ഞാൻ ബിനു അടിമാലിയെ വിളിക്കുകയും അദ്ദേഹമായിട്ട് സംസാരിക്കുകയുണ്ടായി. അപ്പോൾ അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് കേൾപ്പിക്കുകയാണ്. ഈ ഒരു ഓഡിയോ റെക്കോർഡിംഗ് ബിനു അടിമാലിയുടെ പെർമിഷനോട് കൂടി തന്നെയാണ് ഞാനത് റെക്കോർഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ആ ഒരു ഓഡിയോ നിങ്ങൾ കേൾക്കുക. എന്നിട്ട് പ്രേക്ഷകരായ നിങ്ങൾ തീരുമാനിക്കുക ആരുടെ ഭാഗത്താണ് തെറ്റ്, ആരുടെ ഭാഗത്താണ് ശരി. അത് രണ്ടുപേരുടെ ഭാഗത്തും തെറ്റുണ്ടോ? ഞാൻ ഇതിലൊന്നും വിധിക്കുന്നില്ല. ചിലപ്പോൾ ചില ചെറിയ തെറ്റിദ്ധാരണകൾ കൊണ്ടുണ്ടായ പ്രശ്നങ്ങളായിരിക്കാം. പക്ഷേ ബിനു അടിമാലി ചോദിക്കുന്ന കുറച്ച് ചോദ്യങ്ങളുണ്ട്. ഒപ്പം ഇന്നലെ ഞാൻ ചോദിച്ച കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് ഒരാളുടെ സോഷ്യൽ മീഡിയ പേജ് കഴിഞ്ഞ 3 വർഷമായിട്ട് ഹാൻഡിൽ ചെയ്യുന്ന ഒരാൾക്ക് ആ പേജിന് എന്ത് സംഭവിച്ചു എന്നത് കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞതിൽ ഒരു പൊരുത്തക്കേട് എനിക്ക് ഫീൽ ചെയ്തു. അപ്പൊ ആ കാര്യം ഞാൻ ഇന്നലെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ ബിനു അടിമാലി പറയുന്ന കാര്യങ്ങളിൽ കുറച്ച് വസ്തുതകൾ എനിക്ക് ഫീൽ ചെയ്തു. ഫ്ലവേഴ്സ് ചാനൽ പോലുള്ളൊരു ചാനലിൽ അവിടുത്തെ ഷൂട്ടിംഗ് ഫ്ലോറിൽ അത്രയും ക്രൂ മെമ്പേഴ്സിന്റെ മുന്നിൽ വെച്ചിട്ട് ബിനു അടിമാലിയെ പോലുള്ള ഒരു വ്യക്തി, അത്യാവശ്യം സ്റ്റാർ മാജിക് എന്ന് പറയുന്ന പ്രോഗ്രാമിൽ താരങ്ങളിൽ ഒരാളെന്ന ഒരു സ്റ്റാർ വാല്യൂ ആ വ്യക്തിക്കുണ്ട്. ഇങ്ങനെ ഒരാളെ വിളിച്ച് മുറിക്കകത്ത് കൊണ്ടുപോവുകയും വാതിലടയ്ക്കുകയും മർദ്ദിക്കുകയും, അതും ഇപ്പൊ ഒരു ആക്സിഡന്റ് കഴിഞ്ഞ് വന്ന ഒരു വ്യക്തി, കാല് സുഖമില്ലാതിരിക്കുകയായിരുന്നു, അതിൽ നിന്ന് റിക്കവർ ചെയ്ത് വന്നതേ ഉള്ളൂ. ജനേഷ് പറയുന്നത് ചവിട്ടിക്കൂട്ടി എന്നൊക്കെയാണ് പറയുന്നത്. അപ്പോ എനിക്ക് അതിൽ ആ ഒരു പറഞ്ഞ കാര്യങ്ങളുടെ വസ്തുത എനിക്ക് അങ്ങോട്ട് കിട്ടിയിട്ടില്ല. അപ്പൊ നമുക്ക് എന്തായാലും ബിനു അടിമാലിയുടെ ഈ ഒരു ഓഡിയോ കേൾക്കാം. അതിനുശേഷം നമുക്ക് സംസാരിക്കാം. ചിലപ്പോൾ ഒരു പക്ഷേ ഈ വീഡിയോ കുറച്ച് ലെങ്ത് ഉണ്ടാവും. പക്ഷെ നിങ്ങൾ എല്ലാവരും ഇത് കേൾക്കണമെന്നോ അല്ലെങ്കിൽ വിശ്വസിക്കണമെന്നോ ഒന്നും ഞാൻ പറയുന്നില്ല. എനിക്ക് എന്നെ സംബന്ധിച്ച് ആരുടെ ഭാഗത്താണ് ഇവിടെ ന്യായം എന്ന് വിധിക്കാൻ ഞാൻ ആളല്ലെന്ന് ഞാൻ ഓൾറെഡി പറഞ്ഞു. നിങ്ങൾ തീരുമാനിക്കുക എവിടെയാണ് ന്യായം. ഇനി ആര് പറയുന്നതാണ് സത്യമെന്ന് നിങ്ങൾക്ക് തീരുമാനിക്കാം. അല്ലെങ്കിൽ ഇപ്പം ഇതിന്റെ കേസ് പലരുടെയും സ്റ്റേഷനിൽ നടക്കുകയാണ്. ബിനു അടിമാലി പറയുന്നുണ്ട് നിങ്ങൾക്ക് സ്റ്റേഷനിൽ പോയി അന്വേഷിക്കാം. അപ്പൊ നമുക്ക് എന്തായാലും ആ ഓഡിയോ ഒന്ന് കേൾക്കാം. എടുത്തിട്ട് ഇതിന്റെ പുറകെ വേറൊരു വിവാദം വന്നത് എനിക്ക് ഇതിന്റെ പുറകെ ഒരു വിവാദമില്ല. ബിനുചേട്ടന്റെ ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രം പറഞ്ഞാൽ മതി, വേറെ ഒന്നും. ഇപ്പൊ ഒരൊറ്റ കാര്യം ഞാൻ പറയുന്നുള്ളൂ. എന്താ പറയാ, ഒരു ഷൂട്ടിങ് നടക്കണ ഫ്ലവേഴ്സ് പോലൊരു ചാനല്, ആ ഷൂട്ടിങ് നടക്കുന്നതിന്റെ ഇടയിൽ ഒരാളെ ഒരു റൂമിനകത്ത് കയറ്റി വിട്ട് ഇടിച്ച് ചതച്ച് അവന്റെ ക്യാമറ തല്ലിപ്പൊളിച്ച് അവനെ പറഞ്ഞ രീതിക്ക് അവൻ ആംബുലൻസിലാണല്ലോ പോകാൻ പറ്റുള്ളൂ. തീർച്ചയായിട്ടും. അതുപോലെ ഒരാളെ, ഞാൻ ആർട്ടിസ്റ്റ്, ഞാൻ മേക്കപ്പ്, അവിടത്തെ കോസ്റ്റ്യൂമിൽ നിൽക്കുക, എന്റെ പുറകെ ഇതിന്റെ ഡയറക്ടറുണ്ട്, ഇത്രയും ആർട്ടിസ്റ്റുകള്, ക്രൂവ്, ഇത്രയും പേരുണ്ട്. ഒരാളെ ഞാൻ ഇത്രയേറെ മർദ്ദിച്ചിട്ട് ഇന്ന് പോയി കഴിയുമ്പോ വീണ്ടും ഞാൻ ആ പ്രോഗ്രാം ഷൂട്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ എങ്ങനെ രീതിയിൽ ഇത് യോജിക്കാം? ഒന്ന് ആലോചിച്ചേക്ക്. ഒരാളുടെ ക്യാമറ, ഞാൻ ക്യാമറ തല്ലി പോയിട്ട്, ഞാൻ ഒരു ദൈവവിശ്വാസിയായിട്ടുള്ള ആളാണ്, ഞാൻ ക്യാമറയുടെ മുമ്പിൽ നിന്നേച്ചാണ് ഈ സംഭവമൊക്കെ ചെയ്യുന്നത്. ഞാൻ വിശ്വസിക്കുന്നു, അവൻ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ഇല്ല എനിക്കറിയില്ല. കാര്യം ഫേമസ് ആവാൻ വേണ്ടി, ഇപ്പൊ പുള്ളി ഫേമസ് ആവാൻ വേണ്ടി ഇങ്ങനെയൊക്കെ ഒരു മനുഷ്യനെ പറയുക. പിന്നെ മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടിൽ പോയി എന്ന് പറഞ്ഞു, അല്ല സുധിയുടെ വീട്ടില്, മഹേഷ് കുഞ്ഞുമോന്റെ വീട്ടില്. ഈ സുധിയുടെ വീട്ടിൽ പോകുമ്പോ ചേട്ടാ, ഒരു വണ്ടി ആക്സിഡന്റ് നടന്ന 3 മാസം ഏറ്റവും കുറഞ്ഞ ഒരു മെഡിക്കൽ സംഭവവുമായി ബന്ധപ്പെട്ട് 3 മാസത്തെ റെസ്റ്റാ. എന്റെ കാല് വണ്ടി ഇടിച്ചിട്ട് ഈ ഡ്രൈവർ സീറ്റിന്റെ അടിയിലേക്ക് പോയിട്ട് ഈ സാധനം തിരിഞ്ഞു അങ്ങോട്ടും ഇങ്ങോട്ടും. ലിഗ്മെന്റ് പ്രോബ്ലം പണ്ട് എനിക്കുള്ളതാ. അത് വന്നു കഴിഞ്ഞാൽ പിന്നെ അത് വിട്ടുമാറില്ല.
എനിക്ക് കാല് നിലത്ത് കുത്താൻ പറ്റാതെ എനിക്ക് വോക്കർ അവിടെ നിന്ന് തന്നതാ. 3 മാസം പോലും ആവണേക്ക് മുമ്പാണ് ഞാൻ സുധിയുടെ വീട്ടിലേക്ക് പോണതും. ചേട്ടാ ഈ ചൂടാറണേക്ക് മുമ്പ് നമുക്ക് പോണം, നമുക്ക് അങ്ങനെ നമുക്ക് റേറ്റിംഗ് കിട്ടുള്ളൂ അവനാണ് പറഞ്ഞത്. എനിക്ക് തലക്ക് ഇടി കിട്ടിയിട്ട് ഞാൻ ഒരു സ്ഥലത്ത് തല ഇങ്ങനെ വെച്ചിട്ട് തിരിച്ചാൽ അപ്പൊ എനിക്ക് തല കറങ്ങും. തലച്ചോറിന്റെ തല ഇടിച്ചിട്ട് എന്നെ ഇപ്പോഴും ഈ വലത്തെ ആ കുഴിയുള്ള ഭാഗത്തെ അസ്ഥി പൊട്ടിയിട്ട് ഈ താടെ അങ്ങോട്ടും ഇങ്ങോട്ടും ഇടത്തോട്ടും വലത്തോട്ടും കാണിച്ച് എനിക്ക് കണ്ണിന്റെ ഫോക്കസ് മാറി ഇപ്പോഴും. അപ്പൊ അത്രയും മാത്രം ഈ മറ്റേ തലച്ചോറിളകിയിട്ട് മറ്റേ എന്താണ് ഇയർ ബാലൻസിന്റെ പ്രശ്നമുണ്ട്. ഇതെല്ലാം ഒരു മനുഷ്യനൊരു വണ്ടി ഇടിച്ച് അവശനായി അവൻ വല്ലാത്ത അവനെ പിടിക്കണമെങ്കിൽ എന്നെ പിടിക്കണ 2 പേര് പിടിച്ചെഴുന്നേൽപ്പിക്കണം. അങ്ങനെ കിടക്കുന്ന ഞാൻ മാർക്കറ്റിങ്ങിനെ കുറിച്ച് ചിന്തിക്കുവോ? കോമൺ ആയിട്ട് നിങ്ങൾ പറ. അവിടെ ബിസിനസ് ചിന്തിക്കുന്നവൻ അവന് ലോകത്തിലെ ഏറ്റവും വലിയ ഫ്രോഡായിരിക്കും. ആ സമയത്ത് ബിസിനസ് ഇല്ലാതായി. ആ സമയത്ത് നമുക്ക് എങ്ങനെയെങ്കിലും ഒന്ന് എഴുന്നേറ്റാ മതി. പക്ഷെ ഇയാൾ പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ആ സമയത്ത് വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലായിരുന്നു, ഡോക്ടർ പറഞ്ഞു വാക്കർ ഒഴിവാക്കിക്കോളൂന്ന് പറഞ്ഞു എന്നൊക്കെയാണ് പറയുന്നത്. അത് അയാളല്ലേ പറഞ്ഞത്, ഡോക്ടറാണ് പറയണത്. ഡോക്ടർ ഞാനൊരു കാര്യം ചെയ്തിട്ടെ, ഒരാൾക്ക് എന്താ പറയാൻ കൊള്ളാത്ത അതല്ലേ ഇവിടെ പറഞ്ഞു വെക്കണേ. അതൊന്നും ആലോചിക്കും. ഒരു ഫ്ലവേഴ്സിന് വന്നൊരു വലിയ ചാനലിന്റെ ഷൂട്ടിംഗ് നടക്കാണ്. ഈ വ്യക്തി പോയതിന് ശേഷം ഷൂട്ടിംഗ് നടക്കുകയാണ്. അപ്പൊ ഒരാളെ ഇടിച്ച് ചമ്മന്തിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 24 വരില്ലേ? ഫ്ലവേഴ്സിന് പറഞ്ഞ ഒരു ചാനലില് ഇത്ര വൃത്തികേട് ഒരു ഷൂട്ടിങ്ങിന്റെ ഇടയ്ക്ക് ഒരു ആളെ മർദ്ദിച്ച് അയാളെ പകർത്ത് കഴിയുമ്പോൾ 24 വരുമോ ഇല്ലയോ? അവിടെ ചാനലും ആർട്ടിസ്റ്റും ഒന്നുമില്ല. വൃത്തികേട് കാണിച്ചതാ എങ്കിൽ ഒരു ചാനലില് അത് കഴിഞ്ഞിട്ട് ഞാൻ എത്ര എപ്പിസോഡ് പോയി. അല്ല ഇപ്പൊ പിന്നെ പുള്ളി പറഞ്ഞ വേറൊരു കാര്യമുണ്ട്, ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തിയെ 2 മാസത്തേക്ക് ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് പുറത്താക്കിയിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ആര് പറയുന്നു? ഇതൊക്കെ അവര് പറയണല്ലേ? അല്ലെ അതിന്റെ സത്യാവസ്ഥയാണ് നമുക്കറിയേണ്ടത്. കാര്യം അങ്ങനെ പുറത്താക്കിയോ എന്നുള്ള കാര്യങ്ങൾ. എന്നെ അങ്ങനെ പുറത്താക്കിയിട്ടില്ല. എന്നെ പുറത്താക്കണ ശ്രീകണ്ഠൻ സാറുമായിട്ട് സംസാരിച്ചു. ഈ വ്യക്തി പറയുന്ന കാര്യങ്ങള് എന്നെ ഫ്ലവേഴ്സ് ചാനലിൽ നിന്ന് മാറ്റി നിർത്തില്ല. ഇത്രയും ഒരു സംഭവം ഉണ്ടായ ചേട്ടാ പിന്നെ തിരിച്ചെടുക്കില്ല ചേട്ടാ ഒരു ചാനലില്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന കാര്യമല്ല, ഒരു ചാനൽ തന്നെ പുള്ള കളിക്കാനിരിക്കുകയാണോ ചോദിക്കട്ടെ. ഇനി ഇവൻ തല്ലി എന്നും പറഞ്ഞിട്ട് സ്റ്റേഷനിൽ പോയി. ഞാനും ഉണ്ട് അവിടെ. മെഡിക്കൽ റിപ്പോർട്ടിനകത്ത് ഒരു പാട് പോലും അവന്റെ ശരീരത്ത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ തല്ലിയിട്ട് അവൻ പറയണ പൈസ ഞാൻ കൊടുക്കാം. മെഡിക്കൽ റിപ്പോർട്ട് എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, അതിനകത്തില്ല. ക്യാമറ തല്ലിപ്പൊളിച്ച ക്യാമറ ഇവൻ അന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോയി. പാലാരിവട്ടം സ്റ്റേഷനിൽ നിങ്ങൾക്ക് ആർക്കെങ്കിലും പോയി ചോദിക്കാം. ഇത് എന്റെ ആരുമല്ല അവിടെ ഇരിക്കുന്നത്. പാലാരിവട്ടം സ്റ്റേഷനിൽ നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും പോയി ചോദിക്കാം ആ ക്യാമറ അവിടെ ഉണ്ടോന്ന്. ആ ക്യാമറ അവിടെ ഇല്ല. ആ ക്യാമറ അവൻ അന്നേ മേടിച്ചോണ്ട് പോയി. അപ്പൊ അവനെ തല്ലിയിട്ടില്ല, ക്യാമറയും തല്ലി പൊളിച്ചിട്ടില്ല. ഒരു ലൊക്കേഷനിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിൽ അടി നടന്നാൽ ഒരു കോമൺ ആയിട്ട് നിങ്ങൾ ചിന്തിക്കും, വേറെ ഒന്നും നിങ്ങൾ ചിന്തിക്കണ്ട. ചേട്ടാ ആ ഷൂട്ടിംഗ് പിന്നീട് കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? എന്നെ പോലെ ആർട്ടിസ്റ്റ് കോമഡി എനിക്ക് പറയാൻ പറ്റും. ഒരു ഡയറക്ടർ ആക്ഷൻ പറയൂ പിന്നെ പറ്റില്ല. പിന്നെ എങ്ങനെയാണെന്നേ. അല്ല ശരിക്കും ബിനുചേട്ടന്റെ കൂടെ കുറെ നാളായിട്ട് ഇയാള് പ്രവർത്തിക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറയുന്ന സോഷ്യൽ മീഡിയ പേജുകൾ ഹാൻഡിൽ ചെയ്തെന്ന് പറയുന്നു. 3 വർഷമായിട്ട് ഈ പേജുകൾ ഹാൻഡിൽ ചെയ്യുന്ന ഒരാള് ആ പേജിന് എന്തെങ്കിലും ഒരു പ്രശ്നം വരുമ്പോൾ അയാൾക്ക് അതിന്റെ എന്താണ് അതിന്റെ പ്രശ്നം എന്ന് അയാൾക്ക് അറിയേണ്ടതാണ്. പക്ഷെ ആള് പറയുന്നത് ആൾക്ക് അറിയില്ലെന്ന് പറയുന്നു. ഇതിനകത്ത് പെയ്ഡ് ആയിട്ടുള്ള ആളുകൾ വെച്ചിട്ടാണ് സുഹൃത്തെ. അല്ലാതെ ഞാൻ ഒരു മനുഷ്യനോട് ഒരു ഉപദ്രവം ചെയ്തിട്ടില്ല. എന്റെ സുഹൃത്തുക്കളൊക്കെ തന്നെയല്ലേ ഇവിടെ ഉള്ളതൊക്കെ. എന്റെ പേരിൽ ഞാൻ എത്രയും വലിയ ക്രിമിനൽ ആണെങ്കിലും ഒരു കേസെങ്കിലും എന്റെ പേരിൽ ഏതെങ്കിലും സ്റ്റേഷൻ ഉണ്ടാവണ്ടേ? നമ്മളെന്നെ ഒരു കലാകാരനാണ് സുഹൃത്തെ. നമ്മളങ്ങനെ ഓടിച്ചെന്ന് ചാടി എന്നും ചെന്നിട്ട് കയറാൻ പറ്റില്ല. ചുമ്മാ പറഞ്ഞുണ്ടാക്കണ എല്ലാ കാര്യങ്ങളും പല ചാനലിലും കാണുന്നുണ്ട്. എന്താ ബിനു അടിമാലി ഒരു അൺനോൺ ഡോൺ ആണെന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ശരിക്കും ഞാൻ ചോദിക്കട്ടെ, ശരിക്കും നിങ്ങൾ തമ്മിലുള്ള ഇഷ്യൂ എന്തിന്റെ പേരിലാണ് തുടങ്ങുന്നത്? ഇയാൾ ഇത്രയും ആരോപണം ഇങ്ങനെ കൊണ്ടുവരാനുള്ള കാരണം എന്താണ് അറിയോ? എനിക്ക് എന്താണെന്ന് സത്യത്തിൽ അറിയാം. കാരണം എന്നാ പറയട്ടെ, ഇയാൾ എന്റെ പേജ് നോക്കുന്ന ആളാണ്. ഈ ചാനൽ കൊടുക്കുന്നുണ്ടോ, ഈ പേജ് കൊടുക്കുന്നുണ്ടോ, യൂട്യൂബ് കൊടുക്കുന്നുണ്ടോ? കാരണം പുള്ളിക്ക് റീച്ചുള്ള ഒരു പേജ് വേണം പുള്ളിയുടെ ഫോട്ടോയുടെ. ഞാനീ പറഞ്ഞ എനിക്ക് ഇതിനെ കുറിച്ച് നമ്മൾ ഗൾഫിലെങ്ങാനും പോയി കഴിഞ്ഞാൽ സുഹൃത്തുക്കൾ ഗൾഫിലെ ഫോട്ടോ ഇടുമ്പോ എനിക്ക് ഫോട്ടോ ഇടാൻ അറിയില്ല, അവന്മാരെ ഇട്ട് തരുന്നത് ഇതിനകത്ത്. അത് നെക്സ്റ്റ് അടിക്ക് ഇവിടെ ഇതൊന്നും മടിയുണ്ട്. ഞാൻ ഈ പറഞ്ഞ യൂട്യൂബ്, ഫേസ്ബുക്ക്, വാട്സ്ആപ്പ് ഒന്നും ചുമ്മാ ഇരിക്കില്ലേ.
ഇരിക്കുമ്പോ ഞാൻ വാട്സപ്പ് എടുത്ത് നോക്കുക അങ്ങനത്തെ നോക്കണ ആളല്ല ഞാൻ. അങ്ങനെ പണ്ടും എനിക്ക് ശീലമില്ല, ഇപ്പോഴും അങ്ങനത്തെ ഒരു ശീലമില്ല. അപ്പൊ അങ്ങനെ അത് അങ്ങനെ പോകണം. അത് അല്ലാതെ ഒരാളെ പറ്റി എന്തൊക്കെയാ പറയാൻ പാടില്ലാത്ത വന്നേക്കുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഭയങ്കര ഗുരുതരമായ ആരോപണങ്ങൾ തന്നെയാണ്. കാരണം മർദ്ദിച്ചു, ക്യാമറ തല്ലി പൊളിച്ചു, ആരോപണം. ഞാൻ ചോദിക്കുന്നത് എന്നല്ലേ ഇപ്പം പറഞ്ഞേ, ഞാൻ ചോദിക്കട്ടെ, എനിക്കൊരു കൊട്ടേഷൻ ടീമുമായിട്ട് എനിക്ക് ബന്ധമുണ്ടെങ്കിൽ ഇവനെ പിടിച്ച് പേടിപ്പിക്കുമെങ്കിലും ചെയ്യൂലേ? ഇവൻ ഈ പറയണ രീതിക്ക് എനിക്കൊരു ബന്ധമുണ്ടെങ്കിൽ ഇവൻ എന്നോട് ഇടം തിരിഞ്ഞ ആ സമയത്ത് തന്നെ ഇവൻ എവിടെ നിൽക്കണമെന്ന് വെച്ചാൽ ആ സ്ഥലത്ത് ചെന്ന് എടുത്ത് അവനെ എന്തെങ്കിലും ചെയ്യില്ലേ? അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? ഇടില്ല. പിന്നെ എന്റെ സുഹൃത്തായിരുന്ന അഷറഫ് കോട്ടപ്പുറം എന്ന് പറഞ്ഞ സുഹൃത്ത് ഞാനവരോട് സംസാരിക്കാൻ പോലെ ഫോണിൽ വിളിച്ചവൻ റെക്കോർഡ് ചെയ്യും. വേറെ ആരെങ്കിലും കൊണ്ട് വിളിപ്പിച്ചൊരു ബുദ്ധിമുട്ടുണ്ടാവണം. വിളിക്കുമ്പോഴും ഇവൻ പറയണത് എനിക്ക് നഷ്ടപ്പെടാനൊന്നുമില്ല, ഞാൻ സോഷ്യൽ മീഡിയയിലൂടെ ഇന്നലെ നാളെ നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറയാന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യന് ജീവിക്കണ്ടേ? ഞാൻ 10 നയാ പൈസ അവനോട് കടം മേടിച്ചിട്ടില്ല. അവൻ എന്റെ അടുത്ത് നിന്ന് ഇഷ്ടം പോലെ പൈസ മേടിച്ചിട്ടുണ്ട്. അതുപോലെ ഞാൻ സഹായിച്ചിട്ടുണ്ട്. സുഹൃത്ത് കൊടുത്തിട്ട് പറയല്ല, ഞാൻ സഹായിച്ചിട്ടുണ്ട്. ദുഃഖം ഞാനിങ്ങനെ ഓർക്കും, ഒരു മനുഷ്യന് ഇങ്ങനെയൊക്കെ ആകാൻ പറ്റുമോ എന്നോർത്തപ്പോ എനിക്ക് വല്ലാത്തൊരു സങ്കടമാണ്. ഈ ഫേമസ് ആവാൻ വേണ്ടിയിട്ട് എന്തിനിങ്ങനെ കാണിക്കും? ഇത്രയും അറിഞ്ഞാൽ പോരെ സുഹൃത്തെ? ഒരു ഷൂട്ടിങ് നടക്കുന്ന ലൊക്കേഷനിൽ വെച്ച് അത് എനിക്ക് കിട്ടിയ ഏറ്റവും നല്ല കാര്യം. അത് ഞാൻ വേറെ വല്ല സ്ഥലത്താ വെച്ച് ഇടിച്ചെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഓക്കെയാ. ഞാനൊരു വാർത്ത കേട്ടപ്പോൾ ഞാനത് ചിന്തിച്ചു. കാരണം ഫ്ലവേഴ്സ് പോലുള്ള ചാനൽ ഇത്രയും വലിയൊരു ഇഷ്യൂ ഉണ്ടായിട്ട് അവിടെ പ്രവർത്തിച്ച ഒരാൾ പോലും അതിനെ അങ്ങനെ സംസാരിച്ചിട്ട് കണ്ടിട്ടില്ല. ഇപ്പം എന്റെ കുറച്ച് സുഹൃത്തുക്കൾ അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ അവരാരും പറഞ്ഞ് കേട്ടിട്ടുമില്ല. ഒരു ലൊക്കേഷനിൽ ഒരാളെ ഇടിച്ചിട്ട് അവനെ കൊല്ലാൻ പാകത്തിനാക്കി എന്ന് പറഞ്ഞാൽ പറയുമ്പോ അതിനൊരു ലോജിക്ക് വേണ്ടേ? അത് കഴിഞ്ഞിട്ട് ഷൂട്ട് കണ്ടിന്യൂ ചെയ്തു. അതെങ്ങനെ കണ്ടിന്യൂ ചെയ്യും പറ? അപ്പൊ അത് പൊളിഞ്ഞോ? അത് മോശമാണെന്നായോ? ഈ സ്റ്റേഷനിൽ ചെല്ലുമ്പോൾ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കട്ടെ. അന്ന് കാണിച്ച മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കട്ടെ. അന്നത്തെ മെഡിക്കൽ റിപ്പോർട്ട് കാണിക്കട്ടെ. അതില്ല. ക്യാമറ എന്ന് പറയുന്ന സാധനം അത് അന്ന് തന്നെ മേടിച്ചുകൊണ്ട് പോകും. പിന്നെ ഈ ശ്രുതിയുടെ വീട്ടിൽ പോയി മഹേഷ് കുഞ്ഞുമോന്റെ ആ സമയത്ത് മാർക്കറ്റിംഗ് പോയിട്ട് ഈ സാധനം വന്ന് നമ്മൾ ഛർദ്ദിക്കും. ഈ തലകർക്കൊക്കെ ഓവറായിട്ട് വരുമ്പോഴേ ആ ഒരു അവസ്ഥയിൽ നിൽക്കും. തലയടിച്ച് നമുക്കൊന്നും വേണ്ട. നമ്മളൊരു വണ്ടി കയറി വണ്ടി ചുരുക്കി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ജീവിതം പോയി. നമ്മളൊരു വാള് വെച്ചാൽ നമ്മുടെ മാനസികാവസ്ഥ വരെ മാറിപ്പോകും. ശരിക്ക് ഈ രക്ഷപ്പെടാനോ അതിൽ ഫേമസ് ആവാൻ വേണ്ടി ഇങ്ങനൊന്നും ചെയ്യരുത് ആരോട്. അതിപ്പോ നിങ്ങളിപ്പോ റെക്കോർഡ് ചെയ്യാന്ന് പറഞ്ഞു. അതെ, നിങ്ങളെ റെക്കോർഡ് ചെയ്യുക അല്ലാന്ന് പറഞ്ഞല്ലോ. റെക്കോർഡ് ചെയ്യണം. അല്ല, ഞാൻ ചോദിച്ചിട്ട് ചെയ്യാൻ കാരണം അത് എന്റെ ഭാഗത്ത് നാളൊരു സമയത്ത് എന്നോട് ചോദിക്കാണ്ട് റെക്കോർഡ് ചെയ്തൊന്ന് വരാണ്ടിരിക്കാൻ വേണ്ടിയാണ് ഞാൻ ചോദിച്ചിട്ട് ചെയ്തത്. കാരണം നമുക്ക് അറിയണമല്ലോ. എന്തായാലും ഞാൻ പറഞ്ഞില്ല, അയാളുടെ ഇന്റർവ്യൂ കണ്ടപ്പോൾ എനിക്ക് തോന്നിയ കുറച്ച് സംശയങ്ങളാണ്. ഒന്ന്, ഈ പറയുന്ന 3 വർഷമായിട്ട് പേജ് ഹാൻഡിൽ ചെയ്യുന്നു, പക്ഷെ ആ പേജിനെ കുറിച്ച് എനിക്ക് വേറെ ഒന്നും അറിയത്തില്ല എന്ന് പറയുന്നതിന്റെ ഒരു ലോജിക്കില്ലായ്മ എനിക്ക് തോന്നി. രണ്ടെന്ന് പറഞ്ഞാൽ ഞാൻ ചിന്തിച്ച മുൻപ് തന്നെ, അതായത് നിങ്ങളെല്ലാവരും ഈ പറയുന്ന മഹേഷിന്റെ ആയിക്കോട്ടെ അല്ലെങ്കിൽ ഈ സുബ്ജിയുടെ വീട്ടിൽ പോകുന്നതായിക്കോട്ടെ, ആ സമയത്ത് മീഡിയക്കാരെ കൊണ്ടുപോയതിന്റെ ഒരു കാര്യം ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമാണ്. എന്തിനു വേണ്ടി? ഒരു സുഹൃത്തിനെ കാണാൻ പോകുമ്പോൾ മീഡിയയുടെ ആവശ്യമില്ല. അപ്പൊ അത് ഞാൻ അന്ന് ചിന്തിച്ചൊരു കാര്യമാണ്. ഇവൻ ആദ്യം നമ്മളുടെ, അതായത് എന്റെ ചാനലിൽ ഇടാം എന്നാ പറഞ്ഞ്. അപ്പൊ ഞാൻ പറഞ്ഞു ആ വക പൈസയൊന്നും എനിക്ക് ആവശ്യമില്ല, വേണ്ട, എനിക്ക് അങ്ങനെ പൈസയുടെ ആവശ്യമില്ല, എനിക്കത് വേണ്ട എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പം അവിടെ 24, കാരണം ഈ നമ്മളവിടെ എത്തുക എന്ന് പറയുന്ന സാധനം ഉണ്ടല്ലോ. നമ്മള് അവിടെ ആ ഒരു സമയത്ത് അവന്റെ ചടങ്ങിന് എനിക്ക് എത്താൻ പറ്റിയില്ല. എനിക്ക് ഒരു അല്പം ഒരു ആശ്വാസം കിട്ടിപ്പോ. കാരണം അത്രയ്ക്ക് ആത്മബന്ധമുണ്ട് സുഹൃത്ത്. നമ്മൾ ഈ കോമഡിയിൽ അവിടെ കിടന്നേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളാന്ന് പറയുന്നതല്ല ഇതിനകത്ത് കാര്യം. എന്റെ ഒരു ആത്മബന്ധങ്ങളുണ്ട്. ഞാൻ ശ്രുതിയൊക്കെ ആയിട്ടുള്ള ആത്മബന്ധം വേറെയാ. അത് എനിക്ക് എന്തോ അവനോട് കോമഡി രൂപത്തിൽ പറയാനുള്ള സ്വാതന്ത്ര്യം അവൻ തന്നിട്ടുണ്ട്. അവൻ ഒരുപാട് ബലഹീനതകളും പ്രശ്നങ്ങളും ഇതെല്ലാം ഞങ്ങളൊക്കെ ആയിട്ട് ഒരുപാട് ചർച്ച ചെയ്തിട്ട് കരച്ചിലും സങ്കടത്തിലൊക്കെ പങ്കുചേർന്ന ആളുകളാണെന്ന് നമ്മൾക്ക് ഈ പറയണ പോലെ അല്ല കാര്യങ്ങളും. പറയണവൻ ആർക്കാ പറയാൻ പാടാത്തെ? പറച്ചിലല്ല കാര്യം, പ്രവർത്തിയിലെ കാര്യം, മനസ്സിലെ കാര്യം. അവനൊരു ഒരു സോഷ്യൽ മീഡിയയിൽ നമ്മുടെ ചാർമാജിക്ക് തന്നെ ശ്രുതി എന്നോട് പറഞ്ഞു, അടുത്ത ജന്മത്തിൽ ആരാവാനാ ഇഷ്ടം? എനിക്ക് ബിനു അടിമാലി ആയാൽ മതി എന്ന് പറഞ്ഞാൽ അത്രയ്ക്ക് ഞങ്ങൾ തമ്മിലുള്ള ആത്മബന്ധം ഉള്ളതുകൊണ്ട്. അല്ലെങ്കിൽ അവൻ വേറെ ആരെങ്കിലും പേര് പറഞ്ഞാൽ പോരെ. ഞാനിപ്പോഴും വിശ്വസിക്കുന്നു, ഞാൻ അന്ന് ഫ്രണ്ടിൽ ഇരിക്കാൻ വേണ്ടി പഠിച്ച പണി 18 നോക്കി. ഇവൻ എന്നെ എന്ത് ചെയ്ത ഇരുത്തില്ല, എന്നെ എന്ത് ചെയ്താൽ അവൻ ഇരുത്തില്ല. ഇന്നും എന്റെ മുഖത്ത് ആ പാട് തന്നിട്ട് ആ ശ്രുതി പോയി. ഞാൻ മാർക്കറ്റിംഗ് ഒന്നുമല്ല സുഹൃത്ത്, ഇത് ജീവിതം. മനുഷ്യൻ എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് അല്ല. ആ മാർക്കറ്റ് ചെയ്തില്ലെങ്കിൽ നമുക്ക് ഒരിക്കലും കഞ്ഞിയും കുടിച്ച് ജീവിക്കണമെങ്കിൽ മാർക്കറ്റ് ചെയ്യണം. ഒന്നും വേണ്ട, ഒരു കാര്യമില്ല ഇതിന്റെ ഒന്നും. അപ്പൊ എന്തായാലും നിലവിൽ ബിൻചേട്ടൻ സ്റ്റാർ മാജിക്കിൽ ഉണ്ട്, പുറത്താക്കിയിട്ടില്ല എന്നുള്ളതാണ് സത്യം എന്ന് പറയുന്നത് അല്ലേ? ഈ കഴിഞ്ഞ
അതിനകത്തൊരു കോമഡി ഉണ്ട്. ഓക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പോയി എന്ന് അറിഞ്ഞപ്പോഴാണ് അവൻ ഇത് ചെയ്തത്. ഓക്കെ. കാരണം എന്നോട് ഒരാൾ, ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം ചെയ്ത വീഡിയോയ്ക്ക് ഒരാൾ ചോദിച്ചിട്ടുണ്ട്, അപ്പൊ ഇതുകൊണ്ടാണോ പുറത്താക്കിയത് എന്നുള്ളൊരു ചോദ്യം വന്നിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്. ഞാൻ എടുത്തു വെക്കാൻ കാരണം അതാണ്. അതന്നെ. ഞാൻ പിന്നെ എന്റേതായിട്ടുള്ള കുറച്ച് ഞാനൊന്ന് വീട് മാറി. ഞാനിപ്പോ വാടക വീട്ടിലേക്ക് മാറി. മോൻ പുറത്തേക്ക് പോകുന്നതിന്റെ കുറച്ച് കാര്യങ്ങൾ. അപ്പൊ ആ വീടിന്റെ ലോണും മോന്റെ എഡ്യൂക്കേഷൻ ലോണും ഇതെല്ലാം കൂടെ കൂടി താങ്ങാതെ വന്നിട്ട് ഞാൻ വീട് മാറി. അപ്പൊ ഞാൻ അതിന്റേതായ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ഈ ഷൂട്ട് വരുന്ന സമയത്തൊക്കെ ആയിരിക്കും അവന്റെ ഇതുമായി ബന്ധപ്പെട്ടുള്ള ഓട്ടങ്ങൾ. കാരണം മറ്റേ നാട്ടിലെ മറ്റേ ആധാരങ്ങളും ഇവിടുത്തെ ആധാരങ്ങളും. അപ്പൊ ഇത് എന്റെ നാട്ടിലെ ആധാരത്തിന്റെ എന്തെങ്കിലും ക്ലിയർ ചെയ്യണം. ദേവികുളം മൂന്നാർ പോകണം. ഈ മൂന്നാർ ഇവരിവിടെ ഇത് കൊണ്ടുവരുമ്പോഴായിരിക്കും അടുത്ത സാധനം പറയണത്. അറിയാലോ, എന്തെങ്കിലും ഒരു പേപ്പർ റെഡിയാക്കാന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ലല്ലോ. അതിന്റെ കുറച്ച് കാര്യങ്ങളുമായിട്ടുള്ള ഞാൻ നല്ല ഓട്ടത്തിലായിരുന്നു. പിന്നെ അതിന്റെ ലോൺ ശരിയാക്കണം, അതിന്റെ ഫണ്ട് ഇത്തിരി അധികം ഫണ്ട് വേണം. പിന്നെ ഞാൻ നോക്കിയത് ഈ രണ്ട് കൂടെ കൂടുമ്പോൾ നമുക്കിപ്പം ഇത്തിരി സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് ഞാൻ ഇപ്പൊ താമസിക്കണം ഓൾറെഡി വാടക വീട്ടില. അപ്പൊ ഇത് രണ്ടും കൂടെ വന്നു കഴിഞ്ഞപ്പം എനിക്കത് ഞാൻ പറഞ്ഞു, ഞാൻ എന്നെ വിളിച്ചപ്പോ ഞാൻ പറഞ്ഞു എനിക്ക് ഇങ്ങനെ ഇച്ചിരി ഓട്ടത്തില, എന്നെ ഒന്ന് മറ്റേ ഷൂട്ട് അടുപ്പിച്ചൊക്കെ വരും. അപ്പൊ ഒന്ന് അങ്ങനെയാണെങ്കിൽ പിന്നെ അങ്ങനെയാണെങ്കിൽ ഞാൻ ആ ചാനലിൽ ഉണ്ടാവില്ല സുഹൃത്തെ. ഈ ഒരു അവസരം അയാൾ മുതലെടുത്തു. ആ ഇറങ്ങിയ സമയത്ത് ആ ഒരു മാറിയെന്ന് മനസ്സിലായപ്പോൾ ഇങ്ങനൊരു അലിഗേഷൻ കൊണ്ട് വന്നു. അങ്ങനെ പുറത്താക്കിയെങ്കിൽ വിളിക്കുവോ? എന്തിനെ നമുക്ക് വളച്ചൊടിക്കാം, അറിയാമോ? എന്ത് സംഭവങ്ങളെയും നമുക്ക് വളച്ചൊടിക്കാം. ഈ ഫേമസ് ആവാൻ വേണ്ടി ഇങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല. തങ്കച്ചന്റെ പേജ് ഇപ്പൊ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പൊ തങ്കച്ചന്റെ പേജാണ് നോക്കിക്കൊണ്ടിരിക്കുന്നത്. താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം. ഓക്കെ, അപ്പൊ ഇതാണ് ബിനു അടിമാലിക്ക് നമ്മളോട് ഷെയർ ചെയ്യാനുള്ളത്. ഇതിനകത്ത് അദ്ദേഹം ചോദിക്കുന്ന ഒന്ന് രണ്ട് ചോദ്യങ്ങളുണ്ട്. അതായത് ഇപ്പൊ ജനേഷ് തന്നെ പറയുന്നുണ്ട്, ഈ സ്റ്റാർ മാജിക്കിന്റെ ഫ്ലോറിൽ വെച്ചിട്ട് റൂമിലേക്ക് വിളിച്ചു കയറ്റി ചവിട്ടിക്കൂട്ടി, കഴുത്തിനിട്ട് ചവിട്ടി, തല്ലി ചതച്ചു, ക്യാമറ എറിഞ്ഞു പൊട്ടിച്ചു എന്നൊക്കെയാണ് പറയുന്നത്. പക്ഷേ പോലീസ് സ്റ്റേഷനിൽ വന്നപ്പോൾ കഴുത്ത് വേദനയായിട്ടാണ് ഞാൻ ഹോസ്പിറ്റലിൽ പോയതെന്ന്. അതിലൊരു പൊരുത്തക്കേട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം ഒരു മനുഷ്യനെ വേറൊരാള് ചവിട്ടിക്കൂട്ടി തല്ലി ചതച്ചു എന്നൊക്കെ പറയുമ്പോൾ കഴുത്തിന് മാത്രമേ വേദന വരുള്ളൂ, അല്ലെങ്കിൽ ഹോസ്പിറ്റലിൽ ചെല്ലുമ്പോൾ വെറും പെയിൻ കില്ലർ മാത്രമേ കൊടുത്തു വിടുള്ളൂ. എനിക്ക് അതിലൊരു പൊരുത്തക്കേട് തോന്നിയിട്ടുണ്ട്. രണ്ടാമത്തെ കാര്യം, ഈ ഒരു ഇഷ്യൂ നടന്നിട്ട് സ്റ്റാർ മാജിക്കിലുള്ള ആളുകളോ അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചാനലോ അതല്ലെങ്കിൽ 24 ന്യൂസോ എന്തെങ്കിലുമൊക്കെ ഇഷ്യൂ വരികയാണെങ്കിൽ അപ്പൊ തന്നെ ന്യൂസിൽ വാർത്ത വരും. അവിടെ അവരുടെ ഈ പറയുന്ന കണ്ടസ്റ്റന്റ് ആണോ അല്ലെങ്കിൽ പാർട്ടിസിപ്പന്റ് ആണോ എന്നൊന്നും അവർ നോക്കത്തില്ല. അവരപ്പം തന്നെ എന്തെങ്കിലും ന്യൂസ് ചെയ്യും, ഇന്ന ഒരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട്. പക്ഷെ ഇവിടെ അങ്ങനെ ഒരു വാർത്തയോ കാര്യങ്ങളൊന്നും ഉണ്ടായിട്ടില്ല. പിന്നെ ഒരു ചോദ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഈ ബിനു അടിമാലി എന്ന് പറയുന്ന വ്യക്തി സുധിച്ചേട്ടന്റെയും അതുപോലെ മഹേഷിന്റെയും വീട്ടിലേക്ക് പോകുന്നത്, ഗണേഷ് പറയുന്നു ബിനു അടിമാലിയുടെ ഇമേജ് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ്. അതായത് ഗൾഫിലെ പ്രോഗ്രാമിന് പോയപ്പോൾ അവിടെ എന്താ ഉണ്ടായ ഇഷ്യൂ, അതുപോലെ തന്നെ സന്തോഷ് പണ്ഡിറ്റിനെ കളിയാക്കിയ ഇഷ്യൂ ഒക്കെ വെച്ചിട്ട് ഇദ്ദേഹത്തിന് കുറച്ച് ഇമേജ് ലോസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് തിരിച്ചു പിടിക്കാൻ വേണ്ടിയാണ് ഇവരുടെ രണ്ടുപേരുടെ വീട്ടിലേക്ക് പോയതെന്ന്. അതിന് മറുപടിയാണ് നമ്മളിപ്പോ കേട്ടത്. എഴുന്നേൽക്കാൻ വയ്യാണ്ട് കിടക്കുന്ന ഒരു വ്യക്തി അവിടെ ഇമേജ് തിരിച്ചു പിടിക്കാനാണോ ശ്രമിക്കുന്നത്, അതോ എങ്ങനെയെങ്കിലും എഴുന്നേറ്റ് നടക്കാനാണോ ശ്രമിക്കുന്നത്? ആ ചോദ്യത്തിനകത്തൊരു ലോജിക്ക് എനിക്ക് ഫീൽ ചെയ്തു. പക്ഷെ അത് നിങ്ങളാണ് തീരുമാനിക്കേണ്ടത്. എന്തായാലും ഇതാണ് ബിനു അടിമാലിക്ക് നമ്മളോട് ഷെയർ ചെയ്യേണ്ട കാര്യങ്ങൾ. ഇതേ കാര്യങ്ങൾ തന്നെയാണ് ഇന്നലെ അദ്ദേഹം ട്രൂ ടി വിയിലും സംസാരിച്ചിട്ടുള്ളത്. അതിനകത്ത് ട്രൂ ടി വിയിൽ പറഞ്ഞ മറ്റൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ ഗൂഗിൾ പേയിലൂടെ പേയ്മെന്റ് ചെയ്ത കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് പേയ്മെന്റ് അങ്ങോട്ട് ഗൂഗിൾ പേ ചെയ്തു, തിരിച്ചിങ്ങോട്ട് അല്ലാണ്ട് തന്നെ കാശ് ട്രാൻസ്ഫർ ചെയ്യാനും കാര്യങ്ങളൊക്കെ പറ്റും. ഗൂഗിൾ പേ തന്നെ വേണമെന്നില്ല. അപ്പൊ അതിനകത്ത് പ്രത്യേകിച്ച് ഞാൻ അത് മുഖവിലേക്ക് എടുക്കുന്നില്ല. പിന്നെ പറഞ്ഞൊരു കാര്യമുണ്ട്, ഒരു 9 ലക്ഷം രൂപ ഈ പറയുന്ന ജനേഷ് ബിനു അടിമാലിയോട് ചോദിച്ചു. അദ്ദേഹത്തിനത് കൊടുക്കാനുണ്ടായിരുന്നില്ല. അപ്പൊ അതിന്റെ പേരിലായിരിക്കും ഇങ്ങനൊരു അലിഗേഷൻ സോഷ്യൽ മീഡിയ വഴി നാറ്റിക്കും എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. അപ്പൊ ഇതിന്റെ എല്ലാം വസ്തുത അല്ലെങ്കിൽ ഫ്ലവേഴ്സ് ചാനലിൽ വെച്ചിട്ട് ഈ ഒരു ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വെച്ചിട്ട് ഫ്ലോറിൽ വെച്ചിട്ട് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ടായിട്ടുണ്ടോ എന്നൊക്കെ പറയേണ്ടത് അവിടെ ഉണ്ടായിരുന്ന വ്യക്തികളാണ്. അതിപ്പോ സ്റ്റാർ മാജിക്കിലെ പാർട്ടിസിപ്പൻസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഷോ ഡയറക്ടർ ആയിക്കോട്ടെ. അപ്പൊ അവരാണ് ഇതിന്റെ സത്യാവസ്ഥ എന്താണെന്ന് പുറത്തു പറയേണ്ടത്. അവരത് പറയുകയോ ഇല്ലയോ എന്നൊന്നും നമുക്ക് അറിയത്തില്ല. ജനേഷിനെ പറയുന്നുണ്ട് കേസ് കൊടുക്കാൻ പോകാൻ നിന്നപ്പോഴേക്കും അവര് സാക്ഷി പറയാൻ വരില്ല എന്ന് അവർ പറഞ്ഞു എന്ന്. ഇതാണ് ഇദ്ദേഹത്തിന് നമ്മളോട് ഷെയർ ചെയ്യാനുള്ള വസ്തുത. ഇതിൽ ആരുടെ ഭാഗത്ത് ന്യായമുണ്ട് ആരുടെ ഭാഗത്ത് അന്യായമുണ്ട് എന്നൊന്നും വിധിക്കാൻ നമ്മൾ ആൾക്കാരല്ല. പക്ഷെ ഇതൊന്നും പുറത്തു കൊണ്ടുവരണം എന്ന് ഒരു ചിന്ത ഉണ്ടായിരുന്നു. അതുകൊണ്ട് മാത്രമാണ് ഇങ്ങനൊരു വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ ചെയ്തത്. സോ ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് തീരുമാനിക്കാം എന്താണ് സത്യം എന്നുള്ളത്.